അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പതിവ് പോലെ അതാ ഉസ്താദ് തഹജ്ജുദിന് എഴുന്നേറ്റു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പതുക്കെ തട്ടി വിളിച്ചു. ഡി ഐഷു, എന്തിക്കാ ദേ സമയമായിട്ടോ. പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ടൈമായി, വേഗം എഴുന്നേറ്റ് നിസ്കരിക്ക്. പിന്നെ തെറ്റിക്കണ്ട വെറുതെ, ഇന്ന് ഇലക്ഷന്റെ ദിവസമാണ്. ഈ സമയത്ത് ദുആ ചെയ്താലേ ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നാരിക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ജയിക്കണമെന്നൊന്നുമില്ല, ഞാൻ ജയിക്കൂല. അതെ, പിന്നെ അവളൊക്കെ എല്ലാവർക്കും പാരിതോഷികങ്ങളൊക്കെ നൽകിയിട്ടല്ലേ. ഹേയ്, എനിക്ക് ഒരു കുട്ടിക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. ഒരാളോടും വോട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം എന്താ, എനിക്ക് കിട്ടൂല അറിയാം. സാരല്ല, വിധി ഉണ്ടെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ വേണ്ട, ഒന്നും കുഴപ്പമില്ല, എനിക്ക് വിഷമല്ല. ഓരെടുത്തോട്ടെ സ്ഥാനങ്ങളൊക്കെ. ബെസ്റ്റ്. അങ്ങനെയാണോ വേണ്ടത്? വാശിയേറിയ മത്സരമല്ലേ പെണ്ണെ വേണ്ടത്? ഇക്ക, എത്ര വാശിയേറിയ മത്സരമായാലും ഞാൻ ജയിക്കൂലക്ക. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏത് ആളുകളും ജയിക്കും, പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നീ ഒന്നും ചെയ്തില്ലല്ലേ? ഒന്നുമില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചെങ്കിലും പഠിച്ചവനോട് ദുആ ചെയ്ത് നോക്ക്. ഈ സമയത്തെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ നിരാശരാവാതെ കാര്യങ്ങൾ എന്ത് ചോദിച്ചാൽ അള്ളാഹു നൽകും. നിങ്ങൾ ചോദിക്കൂ, ഞാൻ നൽകാമെന്നല്ലേ. നിനക്ക് ഇനിയിപ്പോൾ ലീഡർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിലും വിജയിക്കുക എന്നത് അതൊരു പവർ തന്നെയല്ലേ. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, അത് നിന്റെ ഇഷ്ടം. തുടരണോ വേണ്ടേ, ഈ സ്ഥാനം വേറെ ആർക്കെങ്കിലും കൊടുക്കണോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. എങ്കിലും നീ ദുആ ചെയ്യേ. അങ്ങനെ അതാ അവൾ ഫ്രഷായി ഉളുഹ് ചെയ്ത് ദുആ ചെയ്യുന്നു. ഒരു പക്ഷേ ഹാദിയ വിജയിച്ചു കഴിഞ്ഞാൽ കോളേജിലെ പലരും അവളുടെ കീഴിലായി പോകും, അത് ഉറപ്പുണ്ട്. കാരണം അവൾ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങോ, അത് ഉസ്താദുമാര് പോലും അറിയാതെ. അവൾക്ക് ആ ദിവസം കോളേജിൽ പോകുവാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. റബ്ബേ, പോയിട്ടും എന്താ സമാധാനമില്ല. എന്തായാലും എൻ്റെ ഉസ്താദ് രാത്രിയിൽ എന്നോട് അത്ര സമയം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നീ ഒന്നിലും പിന്നോട്ട് നിൽക്കരുത്, മുന്നോട്ട് വരണം. വിജയവും തോൽവിയും അത് സാധാരണമാണ്, എങ്കിലും മത്സരിക്കാതിരിക്കരുത്. തന്നെ ഹബീബ് ഉസ്താദ് പറഞ്ഞ വാക്കുകൾ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഉമ്മ വിളിക്കുന്നുണ്ട്. ഐഷു മോളെ, എന്താ എഴുന്നേറ്റില്ലേ? ഞാൻ സുബഹി നിസ്കരിച്ച് അവിടെ ഒന്നും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. മോളെ ഐഷു, ഉമ്മയുടെ വിളി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ തന്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആര് വാതിലിന് മുട്ടുന്നത്? ആശയായിരിക്കും. ആശ കുറച്ചങ്ങ് മുട്ടട്ടെ, എന്നെ കളിയാക്കാനായിരിക്കും എന്ന് കരുതി അവൾ ഒന്നുകൂടി മൂടി പുതച്ച് കിടന്നു. എന്നാൽ വീണ്ടും മുട്ട് കേട്ടു. ഐഷു എന്നുള്ളൊരു വിളിയും. തന്റെ ഹബീബ് ഉസ്താദിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. അവൾ പെട്ടെന്ന് പിഴഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പോ നിങ്ങൾ പോയിട്ടില്ലേ? എങ്ങനെ പോവാൻ, ഇന്ന് നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്. ഇന്ന് ഞാനും നീയും ഒരുമിച്ചാണ് പോകുന്നത്. എന്താ പറ്റില്ലേ? സത്യമായിട്ടും ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയെന്നേ. അല്ല, ഇന്ന് നമ്മൾ ഒരുമിച്ച് കോളേജിലേക്ക് പോകുന്നു. എന്താ നിനക്കെന്താ, എന്നും ആശയുടെ കൂടെ തന്നെ പോണമെന്നുണ്ടോ? എന്നാൽ മരുമകൻ അന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉമ്മ നല്ല പത്തിരിയും കോഴിക്കറിയും ബീഫും എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. രാവിലെ നിൽക്കാറേ ഇല്ല. ഓൻ സുബഹി നിസ്കാരത്തിന് അങ്ങോട്ട് പോകും, പിന്നെ വരൂല. രാവിലത്തെ ചായക്ക് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മ അതിനു വേണ്ടി മെനക്കെടുകയാണ്. ആശുവും കൂടെയുണ്ട്. എന്നാൽ ആയുഷുവിനെ വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റതൊന്നും ഇല്ല. അങ്ങനെ അതാ അവൾ കുളിച്ച് മാറ്റിയൊരുങ്ങി. എന്താ മോളെ, ചായ ഒന്നും കുടിക്കാതെ സ്കൂളിലേക്ക് പോവാണോ? അല്ല ഉമ്മ, ഞാന് ഇതാ ചായയും കടയൊക്കെ കഴിക്കണേ. ഹബിനെ വിളിക്കേ. അതെ, പിന്നെ വിളിക്കുന്നുണ്ട് ഉമ്മ. അപ്പോഴേക്കും ഉമ്മ ടേബിളിൽ ചായയും കടിയും പത്തിരിയും കറിയും ബീഫും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. മക്കളെ കുടിച്ചോളി. ഹബി ഇവിടെ ചായക്ക് നിൽക്കാറേ ഇല്ലല്ലോ, സുബഹി നിസ്കാരത്തിന് വേണ്ടിയാണ് പോകും. എന്നും അങ്ങനെയാണല്ലോ. രാത്രിയാണെങ്കിൽ പല ദിവസങ്ങളിലും ഫുഡ് കഴിച്ചിട്ടും വരും. അങ്ങനെയാണ്. ഇവിടെ നിൽക്കൂല. പുതിയാപ്പിളാരായാലും കുറച്ചൊക്കെ നേരത്തെ വരണ്ടേ, കുറച്ചേരം നിൽക്കൊക്കെ വേണ്ടേ. ഇത് ഒരു പുതിയാപ്പിള ഇവിടെ ഉണ്ട്, രാത്രി മാത്രം ഒന്ന് പോകുമെന്നല്ലാതെ ഭക്ഷണത്തിനും ഒന്നും നിൽക്കൂല. വല്ലാത്തൊരു പുതുമന്നെ. ഇന്ന് അതിൽ നിന്നല്ലോ.
ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ആശയോട് സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേച്ച് എല്ലാം അപ്പോഴേക്കും ഉണ്ടാക്കിയിരുന്നു. ടേസ്റ്റോടു കൂടി അവർ അതാ ഭക്ഷണം എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. ഉപ്പ പോര്, നിങ്ങളും ഇരിക്കേ. അല്ല മോനെ, എനിക്ക് കുറച്ചൊന്നും കഴിയണം, എനിക്കൊന്ന് ചൂടാവാണ്ടേ, ഞാൻ ഒന്ന് നടന്നൊക്കെ വരട്ടെ. ഈ ഷുഗറൊക്കെ ഉണ്ടായത് കാരണേ അങ്ങനെ കുറച്ച് സമയം നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വരാം, മക്കൾ കഴിക്കേ. ഉപ്പ അങ്ങനെ പറഞ്ഞു. ഉമ്മയോട് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മക്കൾ കഴിക്കേ. അങ്ങനെ ആഷിയും ഐഷുവും ഹബീബ് ഉസ്താദും കൂടെ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾക്കല്ലേ തിരക്ക് പോകാനുള്ളവരൊക്കെ, അപ്പൊ നിങ്ങളൊക്കെ വേഗം കഴിച്ചോളൂ, ഞാനും ഉപ്പും കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം, ഞങ്ങൾക്ക് ഇത്ര രാവിലെ തന്നെ കഴിക്കാൻ കഴിയൂല. മക്കൾ കഴിക്കേ. സ്നേഹത്തോടെ ഉമ്മ അവർക്ക് വിളമ്പി കൊടുത്തു. ഇട്ട് കഴിക്ക ഹബീ, ഞാനേ പത്തി നല്ലോണം പരത്തി ഉണ്ടാക്കിയതാണ്, അത് പ്രസ്സിലല്ല പിന്നെ ഓടക്കുഴലോണ്ടും പരത്തിയതാണ്, ഇട്ട് തിന്നു മോനെ. ഉമ്മ നല്ല രസമുണ്ട്, വറുത്തരച്ച ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും പത്തിരിയൊക്കെ കേട്ടോ, മാഷാ അല്ലാ. എന്നാ പള്ള അരച്ച് തിന്നോളി. ഉമ്മ മതി, കഴിച്ചു, വയറ് നിറഞ്ഞു. ആ മോളെ ഇട്ട് കൊടുക്കടി. മതി ഉമ്മ, കഴിച്ചല്ലോ ആവശ്യത്തിന്, പിന്നെ കൂടുതൽ കഴിക്കാനൊന്നും ഇപ്പൊ പറ്റൂലല്ലോ, അത് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അങ്ങക്കൊന്നൊരു അസുഖം ഇല്ലാത്തോലല്ലേ. അങ്ങനെ അവരെല്ലാവരും ചായ കുടിച്ചു. ഉമ്മ വീണ്ടും വീണ്ടും അവരെ തീറ്റിപ്പിക്കുകയായിരുന്നു. പോകുവാൻ വേണ്ടി ഐഷ ഒരുങ്ങുന്നു. അവൾ പർദ്ദ മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു അങ്ങോട്ട് വന്നത്. അല്ല, ഈ കോലത്തിലാണോ? അല്ലിക്ക, ഞാൻ എന്റെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിട്ടത് വിചാരിച്ചിട്ട് അഴിച്ചിട്ടതായിരുന്നു. ഓ, നിനക്ക് ആ മുടി കുറച്ചൊന്ന് വെട്ടിക്കളഞ്ഞൂടെ? എത്രയാണ് മുടി, ഇത് ശരിക്കും മുട്ടിനോളം ഉണ്ട് മുടി. ഓ പിരാഗല്ലേട്ടോ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ്. അല്ല, സത്യമായിട്ടും. ഐഷു മുടി അഴിച്ചിട്ട് ഫാനിന്റെ ചോട്ടിൽ തന്നെ നിന്നു. ആ, മുടി ഉണക്കുന്നൊരു മെഷീൻ ഉണ്ട്, അതൊന്ന് വാങ്ങാല്ലേ? അതിന് മാത്രം ഉണ്ടല്ലോ. ഓ, അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ കളിയാക്കണ്ട, അതിന് മാത്രം ഒന്നുമില്ല. അല്ലടി, സത്യമായിട്ടും. എന്താ? അങ്ങനെ അതാ അവളുടെ ആ മുടിയിഴകൾ അതാ ഹബീബ് ഉസ്താദ് തന്നെ അവൾക്ക് വാർന്നു കൊടുക്കുന്നു. ഓ, ഇത് വാർന്ന് കൈ കടയൂട്ടോ. എങ്ങനെ ഇത് നീ മാനേജ് ചെയ്യുന്നത്? ഇത്രയധികം മുടി കുറച്ച് വെട്ടണം, നല്ലൊരു ഭംഗിയുള്ളൂ. ഹബീബ് ഉസ്താദ് തമാശ രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ മുടിയെല്ലാം പിന്നിട്ട് ഒരു മുടിബണ്ണ് കൊണ്ട് അത് നല്ലോണം മുറുക്കി കെട്ടി അവളുടെ ഹിജാബ് അവൾ ധരിക്കുകയാണ്. ഈ ഷാള് നല്ല ഷാളാണല്ലേ. ഇത് എന്താ ഇതിന്റെ പേര്? ഇത് ജേഴ്സി ഷാളാണ്. ഇതിട്ട് കഴിഞ്ഞാലേ നല്ല രീതിയിൽ തട്ടം നിൽക്കും. പിന്നെ അതിന്റെ മേലെ ഹിജാബും കെട്ടിക്കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും. അങ്ങനെ അതാ ഹബീബ് ഉസ്താദ് അവൾക്ക് ഹിജാബ് കെട്ടിക്കൊടുക്കുന്നു. എത്ര മൊഞ്ചാണ് പെണ്ണെ നീ ഹിജാബ് ഇടുമ്പോഴ്. അല്ലെങ്കിൽ ഇല്ലായിട്ടല്ല, ഹിജാബ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് സത്യമായിട്ടും. ബാഗും എടുത്ത് അവൾ ഇറങ്ങുന്നു. അല്ല, ഇന്നിപ്പോ എന്തിനാ ബാഗൊക്കെ? പിന്നെന്താ, ക്ലാസ് ഉണ്ടാവില്ലേ ഇന്ന്? ക്ലാസ്സിന് എവിടെ വേണ്ട സമയം? ഇന്ന് ഫസ്റ്റ് ടൈം എലക്ഷൻ കാര്യങ്ങള്, പിന്നെ അതിന്റെ ഫലമറിയിക്കൽ, പിന്നെ അതിന്റെ ഒരുപാട് ബാക്കി കാര്യങ്ങള്, അതൊക്കെ ആവുമ്പോ എങ്ങനെ പെണ്ണേ? എന്നാലും എനിക്ക് പേടിയാ. ഷെഫീഖ് സാറേ വിചാരിക്കുന്ന പോലെയല്ല. ഷെഫീഖ് ഉസ്താദ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, എനിക്ക് പേടി. എന്താ, നിങ്ങൾ കല്യാണത്തിന് വന്നാണോ ചോദിച്ചാലേ അത് കേൾക്കേണ്ടി വരും. ഒരു ഉസ്താദിനെങ്കിലും നിങ്ങൾക്ക് അല്പം ഭയം വേണം. അതിലിപ്പോ ഷെഫീഖ് ഉസ്താദിനാണ് എല്ലാവർക്കും ഭയം. എന്നെയും ആശയൊന്നും ആർക്കും ഭയമില്ല. ഷെഫീഖ് ഉസ്താദ് ക്ലാസ്സിൽ വന്നാൽ പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആകും. ആ, അതവിടുത്തെ പ്രിൻസിപ്പാൾ കൂടിയല്ലേ, അതിൻ്റെതായിട്ടുള്ളൊരു ഗമയാണ് മൂപ്പർക്ക്. അല്ല, ഷെഫീഖ് ഉസ്താദ് എല്ലാം നല്ല രീതിയിൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് നമ്മള് എന്തൊക്കെ തന്നെയാലും അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് മതിയാവും. ആ, എന്തായാലും പുസ്തകങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പുസ്തകം എടുത്തുകൊണ്ട് അവൾ ബാഗ് എടുത്ത് നേരെ ഉസ്താദിന്റെ ബുള്ളറ്റിൽ കയറി. അല്ല, ഉമ്മ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം, എന്നെ കൊണ്ടുപോകുമ്പോ ബുള്ളറ്റിൽ കൊണ്ടുപോകരുതെന്ന്? അത് സാരല്ല, നീ എപ്പോഴും ആഷിന്റെ കൂടെ അല്ലേ, ബുള്ളറ്റിലല്ലേ വരല്ലേ? അതിനെന്താ? ബൈക്കും ബുള്ളറ്റൊന്നും ശരിക്ക് അവിടത്ത് മറിച്ച രീതിയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. കാറിൽ തന്നെ കൊണ്ടുപോയി നടക്കാൻ. ഇതിപ്പോ ഹോർലിനൊന്നല്ലല്ലോ. ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേ, ഉമ്മ പറഞ്ഞത് കേട്ടിട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ബുള്ളറ്റൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് എന്നെ അതിൽ കേറ്റൂലാന്ന്. അങ്ങനെ ഏതാ അവർ കോളേജിലേക്ക് പുറപ്പെടുകയാണ്. ഉമ്മ എന്നാ ശരിട്ടോ, അസ്സലാമു അലൈക്കും. ഉമ്മ അസ്സലാമു അലൈക്കും, പോയിട്ട് വരാം. മക്കളെ ഇന്ന് ഇങ്ങോട്ട് പോരിട്ടോ, ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇൻഷാ അല്ലാ, ഇന്ന് ആഷിയുടെ കൂടെ അവൾ ഇങ്ങോട്ട് വരും. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. ഇന്നലെ പിന്നെ പിന്നെ പോയിട്ടില്ലല്ലോ. ഉമ്മ വിചാരിക്കുന്നുണ്ടാവും. ഉമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഏതായാലും ഉമ്മ ഇവിടെ കൂടുകയാണെന്നുള്ളത്. ആ ആയിക്കോട്ടെ മോനെ. പിന്നെ ഉമ്മ
എനിക്ക് അല്ല കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മയപ്പൊക്കെ. എന്നിപ്പോൾ ഇത് ശരിയാവോ? ഇന്നിപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് അന്ന് അവിടെ പോകുമ്പോഴും ഒരു മടിയായിരിക്കും. അപ്പോൾ ഞമ്മക്കങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. പഠിച്ചോനെ ഇപ്പം തന്നെ അത് ചെറിയൊരു കല്യാണമൊക്കെ ആക്കിയിട്ട് അത്യാവശ്യം വിളിക്കേണ്ടവരൊക്കെ വിളിച്ചിട്ടേ നമുക്ക് ഐശ്വര്യൻ കണ്ട് കൊണ്ടുപോകേനും. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഉമ്മയുടെയും ആശയുടെയും മുഖം വാടി. അതെ, പെട്ടെന്ന് ഐഷു പോവാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. എപ്പോഴും ആശയുമായി കൊത്തിക്കൊണ്ടിരിക്കുന്ന അവളില്ലാഞ്ഞാലേ ഈ വീട്ടിൽ ഒരു രസം ഉണ്ടാവില്ല. മോനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആക്കിയാ പോരെ ഉമ്മ? ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ അങ്ങോട്ട് കല്യാണം ആക്ക പെട്ടെന്ന്, അതായിരിക്കും നല്ലത്. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷു മുഖം വീർപ്പിച്ചു നിന്നു. ഓ, ഇപ്പൊ തന്നെ കല്യാണം വേണ്ടട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടേ, ഒരു 2-3 ആഴ്ചക്കുള്ളിൽ അതാണ് സെറ്റാക്കാം. എന്തേ? ഓ അതല്ല, ഈ വർഷം ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് എന്താ കല്യാണം കഴിഞ്ഞാൽ എന്താ, നിൽക്കാൻ കഴിഞ്ഞാൽ എന്താ? പിന്നെ കുറച്ച് ദിവസം ഞാൻ അവിടെ നിൽക്കണ്ടേ? എനിക്ക് എന്നും ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് തന്നെ മടിയാണ്. അതാണ് ഞാൻ എപ്പോഴും ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്നതും കുറച്ച് നേരത്തെ പോകുന്നതൊക്കെ. അതിനെന്താ? അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ അരികിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാലും ഇപ്പോൾ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നതല്ലേ. ഐഷു കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. എന്നാ ഉമ്മ ശരി കേട്ടോ, ഞങ്ങൾ പോട്ടെ, അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. എന്നാല് ഉമ്മ ആ നിമിഷം ദുആ ചെയ്തു. പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്താ ആഗ്രഹം എന്ന് വെച്ചാലൊക്കെ നടക്കണേ അല്ലാ. മക്കളെ ലഖദ്ജാക്കും ചൊല്ലി പോയിക്കോളിട്ടോ. ഉമ്മ ആ നിമിഷം തന്നെ ദുആ ചെയ്തു. അവർ പോയി. ഇന്ന് ആശയുടെ കൂടെ ഐഷ് ഇല്ല, ഹബീബ് ഉസ്താദിന്റെ കൂടെയാണ് അവൾ പോയത്. സത്യം പറഞ്ഞാൽ ആഷിക്ക് നല്ല ടെൻഷനായി. കാരണം എന്നും അവിടെ എത്തോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവളില്ലായിട്ട് വല്ലാത്തൊരു വിഷമം. സാരല്ല, എന്തായാലും അളിയന്റെ കൂടെയല്ലേ, അവരുടെ സന്തോഷം അതല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. അവളുടെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയല്ലേ അതും. ആയിക്കോട്ടെ. അങ്ങനെ അതാ അല്പസമയത്തിന് ശേഷം കോളേജ് എത്താൻ വേണ്ടി നിൽക്കുന്നു. ഈ സമയം ഹബീബ് ഉസ്താദ് ചോദിച്ചു, ഐഷു എന്താ എന്തൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. ടെൻഷനാണോ? ടെൻഷനാണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊക്കെ പറഞ്ഞാൽ എല്ലാ കോളേജിലും പതിവുള്ള സംഭവം തന്നെ. ചിലപ്പം തോൽക്കും, ചിലപ്പം ജയിക്കും. അതൊന്നും വിഷയമാക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തായാലും നീ നിരാശപ്പെടരുത് കേട്ടോ. ഇല്ല. എന്നാൽ ദൂരെ നിന്നും അതാ ഹാദിയയും കൂട്ടുകാരും ഹബീബ് ഉസ്താദ് വരുന്നത് സാധാരണ രീതിയിൽ നോക്കി നിൽക്കാറുണ്ട്. എടി വരുന്നുണ്ട് ഹബീബ് ഉസ്താദ്, കണ്ടില്ലേ? അവർ മുകളിലത്തെ ക്ലാസ് റൂമിൽ നിന്ന് അത് നോക്കി നിൽക്കും. വരുന്നുണ്ട് മൊഞ്ചൻ എന്ന് പറയും ഹാദിയ. കൂട്ടുകാര് പറയും, നീ എങ്ങനെ ഹബീബ് ഉസ്താദിനെ നോക്കി നിന്നോട്ടോ, ഐഷു അത് അറിയണ്ട. പിന്നെ ഐഷുവിനെ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മൂപ്പരെ ഇഷ്ടാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നോക്കും, അതിനെന്താ. അങ്ങനെ അതാ അന്നും അവൾ ഹബീബ് ഉസ്താദിനെ കാത്തു നിൽക്കുന്നു. തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, വെളുത്തു തൊടുത്ത കന്തൂർ ധരിച്ചുകൊണ്ട് അതാ സുന്ദരനായ വട്ടമുഖമുള്ള ആ ഒരു ഉസ്താദ് കടന്നു വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പ്രകാശമായിരിക്കും. അദ്ദേഹത്തിന്റെ മനോഹരമായ ആ ഒരു തലപ്പാവ് കെട്ടിയതിന്റെ സ്റ്റൈല് തന്നെ ശരിക്കും ഒരു അറബിക് ലുക്കിൽ തന്നെ, ശരിക്കും ഒരു അറബി വരുന്ന ലുക്കിലാണ് ഹബീബ് ഉസ്താദ് അങ്ങോട്ട് വരിക. അതും ബുള്ളറ്റിൽ നിന്ന് വരുമ്പോൾ ആ ഒരു കാഴ്ച പ്രത്യേക ഒരു മനോഹരം തന്നെയാണ്. എന്നാൽ അന്നും അവൾ നോക്കി നിൽക്കുകയാണ് ഹബീബ് ഉസ്താദ് വരുന്നത്. അങ്ങനെ അതാ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ബുള്ളറ്റ് തെളിഞ്ഞു തുടങ്ങി. എന്നാൽ തൊട്ടു പിറകിലായിക്കൊണ്ട് അദ്ദേഹത്തെ ചാരിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തോളിൽ മുഖമമർത്തിക്കൊണ്ട് ഒരു കറുത്ത വസ്ത്രരൂപവും ഉണ്ട്. ഒരു നിമിഷം അവൾ പറഞ്ഞു, ഛേ, ഇന്ന് മറ്റവള് തോളിൽ പിടിച്ചു വരുന്നുണ്ട്. എനിക്ക് ആ കാഴ്ച കാണുന്നത് ഇഷ്ടല്ല. എന്താ അറിയില്ല. അതിനെന്താടി, അത് അവളുടെ ഭർത്താവല്ലേ, പിന്നെ ആരുടെ കൂടെ അവള് പോവുക? അവളൊന്നും അവളുടെ ആങ്ങളുടെ കൂടെ അല്ലേ വരല്ലേ? ഇന്നിപ്പോ എന്താ, രാത്രി അവിടെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും. എന്താ വരവ്? അവളുടെ വിചാരം അവളുടെ മാത്രമാണ് ഉസ്താദ് എന്നാ. ആ നിലക്കാണ് അവളുടെ വരവ്. എന്താണ്, ഒരു കൈകൊണ്ട് വയറിലും പിടിച്ചിട്ടുണ്ട്, ഒരു കൈകൊണ്ട് തോളിലും ചാഞ്ഞു കിടന്ന് അങ്ങനെ രസകരമായി. എന്താന്നില്ലേ? ഹാദിയ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ അല്പസമയത്തിന് ശേഷം എല്ലാവരും ക്ലാസ്സിൽ എത്തി തുടങ്ങി. അതാ ഹബീബ് ഉസ്താദിന്റെ ബൈക്കിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ ഹബീബ് ഉസ്താദ് കാര്യമായിട്ട് എന്തോ അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവള് എന്തൊക്കെയോ തിരിച്ചും മറുപടി പറയുന്നുണ്ട്. എന്താന്നാവോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിന്നരിക്കുന്നത്. ക്ലാസ്സിലേക്ക് വരാൻ സമയമായില്ല,
അവരുടെ കിന്നാരം മാറൂല. ഹാദിയ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അങ്ങനെ അതാ ബെല്ലടിക്കുന്നു. എടി, ഇലക്ഷന് സമയമായില്ലേ? എല്ലാ കാര്യങ്ങളും സെറ്റായില്ലേ? 2 പോളിംഗ് ബൂത്തുകളും കാര്യങ്ങളുമെല്ലാം സെറ്റായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അരങ്ങേറുന്നതാണ്. ഫാത്തിഹയോട് കൂടി അതാ അവിടെ തുടങ്ങി. അതിനുശേഷം തിരക്കായി. ഓരോ ക്ലാസ്സുകളിലേക്കും അന്ന് പെട്ടെന്ന് ഉസ്താദുമാർ കയറി ഇറങ്ങി. ഹാജരെടുത്ത് പോയിട്ട് പറഞ്ഞു, അത് ഇനി ഇലക്ഷൻ്റെ സമയമാണ്, എല്ലാവരും നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടു കൂടി സത്യസന്ധമായി ഇലക്ഷനിൽ പങ്കെടുക്കുക. പിന്നെ കള്ളവോട്ട് ചെയ്യാൻ ഇതിനെ നിൽക്കണ്ട. ഓക്കെ, എല്ലാം സെറ്റല്ലേ? അങ്ങനെ എല്ലായിടത്തും വന്ന് പറഞ്ഞു. ഹബീബ് ഉസ്താദാണ് അവരുടെ ക്ലാസ്സിലേക്ക് വന്നത്. ഹബീബ് ഉസ്താദും കാര്യങ്ങൾ പറഞ്ഞു, ആരുടെയും മുഖത്ത് നോക്കാതെ. ഹാദിയുടെ മുഖത്ത് നോക്കിയില്ല, ഐഷുവിന്റെ മുഖത്ത് നോക്കിയില്ല. ഒരു പക്ഷേ അത് പറഞ്ഞിപ്പോ മുഖത്ത് നോക്കിയതിന്റെ പേരിൽ വെറുതെ പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ട് ഉസ്താദ് ഹാജരെടുത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ച് തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ ഐഷുവിന് വിറക്കുന്ന പോലെയായിരുന്നു. എന്തിനാ റബ്ബേ ഇലക്ഷൻ എന്നെ കൂട്ടിയത്? എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്നെ വീണ്ടും ഇതിലേക്ക് എന്തിനാ വലിച്ചിഴച്ചത്? പക്ഷേ ഇന്നലെ 4 പേര് മത്സരിച്ചതിൽ അതിൽ എനിക്ക് ഒരു സ്ഥാനം കിട്ടിയത് കൊണ്ടല്ലേ ഇന്നെനിക്ക്. എന്നാൽ ഐഷുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഷംന, ഡി പിന്നെ ജയിച്ചാലും തോറ്റാലും വിഷമിക്കരുത് കേട്ടോ. ഹാദിയ നല്ല രീതിയിൽ ആളുകളെ പാട്ടിലാക്കിയിട്ടുണ്ട്. 500 നോട്ടുകളാണ് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ വന്നപ്പോഴേ എന്തൊക്കെയോ സ്വീറ്റ് ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിക്കും ഉസ്താദുമാരറിയണ്ട, അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോളേ ഓളെ ഭാഗത്തേക്ക് ഒരുപാട് ആളുകളായിട്ടുണ്ടാവും എന്തൊക്കെ തന്നെയാലും. കാരണം അവള് പണം കൊണ്ട് കളിച്ചതാണ്, അവൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ പിന്നെ ബാപ്പാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൂത്ത പണം ഉണ്ടല്ലോ, അതുകൊണ്ട് സംഭവം എന്ത് നടക്കാലോ. അതുകൊണ്ടൊന്നും മോള് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാലം നീ തന്നെയല്ലേ സ്കൂൾ ലീഡറായി നിന്നത്. അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു അവളുടെ കൂട്ടുകാരി ഷംന. ഇല്ലടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതാ വോട്ടിന് സമയമായി. ഓരോരുത്തരും അതാ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹാദിയ പോകുമ്പോൾ തന്നെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മളെ മറക്കല്ലേ മുത്തേ, അതെ നിങ്ങൾ പറഞ്ഞ സാധനം കേട്ടോ, അത് എന്ത് വേണമെങ്കിലും ഞാൻ സെറ്റാക്കി തരും. പിന്നെ നിങ്ങൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ മന്തി ഓർഡർ ചെയ്ത് തരും, ഷവർമ തരും. പിന്നെ എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, മറക്കല്ലേ കേട്ടോ നമ്മളെ കാര്യം. എല്ലാവരോടും അവൾ താക്കീത് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് ഷെഫീഖ് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹാദിയ, ഇവിടെ വന്നേ. ഇപ്പോഴും പ്രചരണമാണോ? അതിനൊക്കെ ഒരു സമയമല്ലേ തന്നിട്ടില്ലേ? അതിനപ്പുറത്തേക്കായിട്ടൊന്നും പാടില്ല, അറിയില്ലേ? ഇത് നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ, പിന്നെ എന്താ വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഷെഫീഖ് ഉസ്താദിന് ദേഷ്യത്തോടെ അവളൊരു നോട്ടം നോക്കി എന്നല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല അതിന് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഉസ്താദിന്റെ മുമ്പിലൂടെ അങ്ങ് പോകുന്നു. ഇത് വല്ലാത്ത സൈസ് തന്നെ. കാരണം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും പണത്തിന്റെ മേലെ പരുന്ത് പറക്കില്ല എന്നല്ലേ അവർക്കൊക്കെ. ഷെഫീഖ് ഉസ്താദ് തൽക്കാലം ഒന്ന് സൈലന്റ് ആയി. എന്തായാലും ഇലക്ഷന്റെ സമയം. എല്ലാവരും വോട്ടുകൾ ചെയ്തുകൊണ്ട് മടങ്ങി വരികയാണ്. ഹബീബ് ഉസ്താദിന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഐഷു വിഷമിക്കാൻ പാടില്ല. എൻ്റെ ഐഷു വിഷമിച്ചാല് അതവൾക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കും. അതുകൊണ്ട് ഇനി തോറ്റാലും ശരി അവളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണം. കാരണം എല്ലാവരും അവളെ കളിയാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ഹാദിയ പെണ്ണ് ഒന്നിനും അടിക്കാത്തതാണ്. എന്തെങ്കിലും സാരല്ല. ഹബീബ് ഉസ്താദിന് നല്ല വിഷമമുണ്ടായിരുന്നു. എന്തായാലും പഠിച്ചോനെ, ഹാദിയ തന്നെയായിരിക്കും വിജയിക്കുക. അങ്ങനെ ഇലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. കോളേജിലെ പകുതി കുട്ടികളും വോട്ട് രേഖപ്പെടുത്തി, ബാക്കിയുള്ള കുട്ടികളും രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. എന്തായിരിക്കും ഇലക്ഷൻ റിസൾട്ട്? നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹബീബ് ഉസ്താദിന്റെ അരികിലേക്ക് ഐഷു ഓടി വന്നു. ഐഷു, വിഷമിക്കണ്ട കേട്ടോ, ജയവും തോൽവിയൊക്കെ സാധാരണയാണ്. എന്തായാലും നമ്മള് 2 കൈകളും നീട്ടി സ്വീകരിച്ച മതിയോ, ഒരിക്കലും വിഷമിക്കരുത്. ഹബീബ് ഉസ്താദ് ഐഷുവിനെ ആശ്വസിപ്പിച്ചു. ഇല്ല, അതൊന്നും സാരമില്ല, ജയിച്ചാലും തോറ്റാലൊക്കെ ഇപ്പോ എന്താ, ഒരിക്കലും സാരമില്ല. ഇക്കാന്റെ കുട്ടി വിഷമിക്കരുത്, അത് മാത്രം എനിക്ക് പറയാനുള്ളൂ.
ഹബീബ് ഉസ്താദിന്റെ സ്നേഹത്തോടുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ഐഷു ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും റിസൾട്ട്, ആരായിരിക്കും വിജയിക്കുക, നമുക്ക് കാത്തിരുന്ന് കാണാം.